കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കട്ടക്കലിപ്പിലാണ്. അർജന്റീനയെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കാൻ കഴിയാത്ത കുറ്റം മാധ്യമങ്ങളിൽ ചാരുകയാണ് ഇപ്പോൾ മന്ത്രി. അർജന്റീന ടീമിന്റെ സന്ദർശനം മുടക്കാൻ AFAക്ക് നിരന്തരം വ്യാജ പരാതികൾ അയച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ ഏതാണ് ആ മാധ്യമ സ്ഥാപനമെന്ന് മന്ത്രി പറയുന്നുമില്ല. മാനനഷ്ട കേസ് ഭയന്നാണ് മന്ത്രി മാധ്യമ സ്ഥാപനത്തിന്റെ പേരോ വ്യാജ പരാതികൾ അയച്ച മാധ്യമ പ്രതിനിധിയോ വ്യക്തമാക്കാത്തത്. ധൈര്യമുണ്ടെങ്കിൽ മന്ത്രിക്ക് സ്ഥാപനത്തിന്റെ പേര് കൂടി വെളിപ്പെടുത്തിക്കൂടെ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യവും. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ കളങ്കിതനായ സ്പോൺസറെ കൂട്ടുപിടിച്ചതാണ് പ്രശ്നമായത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. കലൂർ സ്റ്റേഡിയത്തിലെ മരങ്ങളടക്കം വെട്ടിമാറ്റി. കളി നടക്കുന്നത് ഗ്രൗണ്ടിനുള്ളിലെ പുൽമൈതാനത്തിലാണ്. അതിന് എന്തിനാണ് ഗ്രൗണ്ടിന് വെളിയിലെ മരം മുറിച്ചത് എന്ന് ആർക്കും പിടികിട്ടുന്നുമില്ല. അടിമുടി ദുരൂഹമാണ് കാര്യങ്ങളെല്ലാം. ഇതിനിടെയാണ് അർജന്റീന ടീം വരുന്നില്ല എന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം അറിയിച്ച ശേഷവും മെസ്സി വരുമെന്ന് സർക്കാർ അടക്കം പ്രചരിപ്പിച്ചു. ഇതിലൂടെ സ്പോൺസറിന് നേട്ടവും ഉണ്ടായി. അടിസ്ഥാന സൗകര്യക്കുറവാണ് കേരളത്തിലേക്ക് മെസ്സിയെ എത്തിക്കാത്തത്, അല്ലാതെ മാധ്യമങ്ങളുടെ ഇമെയിൽ അല്ല എന്ന് മന്ത്രിക്ക് ഇനിയും മനസ്സിലാകുന്നുമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിനാകെ തന്നെ അപമാനം തന്നെയാണ്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന്മേൽ വിശദീകരണം തേടി മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മാധ്യമ ഗുണ്ടായിസമാണ്. കർണാടകയിലെ ഭൂമി കുംഭകോണം സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. കായിക പ്രേമികൾക്ക് അർജന്റീനയുടെ മത്സരം കാണാനുള്ള അവസരം ഒരുക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. ഫിഫ അനുമതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശന തീയതിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചു എന്നുള്ള തരത്തിൽ നടത്തുന്ന പ്രചാരണം ദുരുദ്ദേശപരം തന്നെയാണ്. നവംബർ 30 കഴിഞ്ഞ് സ്റ്റേഡിയത്തിന്മേൽ ഒരു അവകാശവും സ്പോൺസർക്ക് നൽകിയിട്ടില്ല. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ആർക്കും കൈമാറാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് GCDA ചെയർമാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നവീകരണത്തിൻ്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ ഏർപ്പെടുത്തുന്ന സൗകര്യങ്ങൾ തുടർന്ന് നടക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും ഉപയോഗിക്കാം. GCDAക്കോ സർക്കാരിനോ യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ സ്റ്റേഡിയം നവീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് അർജന്റീന ടീം സൗഹൃദ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചത്. ആദ്യം സ്പോൺസറായി നിശ്ചയിച്ചവർ വ്യവസ്ഥ പാലിക്കാത്തതിനെ തുടർന്ന് പിന്നീട് താൽപ്പര്യം അറിയിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ നിശ്ചയിച്ചു. അവർ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായി കരാറിൽ ഏർപ്പെട്ടു. മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ബാധ്യതയും സ്പോൺസറാണ് വഹിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ ഈ സ്പോൺസറെ കണ്ടെത്താൻ എന്തായിരുന്നു മാനദണ്ഡമെന്ന് മന്ത്രി വിശദീകരിക്കുന്നുമില്ല. മുട്ടിൽ മരം മുറിയും മാംഗോ ഫോണും എല്ലാം ഈ സ്പോൺസറെ വിവാദത്തിലാക്കിയത് തന്നെയാണ്. ഇത്തരത്തിലൊരു വ്യക്തിയെ എന്തിനാണ് മെസ്സിയുടെ വരവിൻ്റെ സ്പോൺസറാക്കിയത് എന്നുള്ള ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരവുമില്ല. കേരളത്തിൽ ഷെയ്ഡി മാഫിയ എന്നറിയപ്പെടുന്ന സംഘമുണ്ട്. ഈ സംഘത്തെ മന്ത്രിയും മറ്റും വിശ്വസിച്ചാണ് മെസ്സിയുടെ വരവിനെ തടഞ്ഞത് എന്നുള്ളതാണ് വസ്തുത. അർജന്റീനയും അർജന്റീനിയൻ ഫുട്ബോളിനെയും സ്വാധീനിക്കാൻ കഴിയുന്ന മലയാളികൾ ഏറെയുണ്ട്. അവരുടെ സഹായം ഈ വിഷയത്തിൽ തേടിയിരുന്നുവെങ്കിൽ മെസ്സി കേരളത്തിൽ എത്തുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുതയും.